ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നു. കാരണം കട്ട് ഓഫിനെക്കാളും കുറച്ച് മാർക്ക് എന്തായാലും കൂടുതലാണ്. അപ്പൊ 100-നകത്ത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും 2ാം റാങ്ക് എന്ന് പറയുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു റാങ്ക് ആയിരുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം, പറയാൻ വാക്കുകളില്ല. ഇത് വേണം എന്ന് തന്നെ ആയിരിക്കണം എല്ലാവരും വിചാരിക്കുക. എന്ന് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് വരെ ക്ഷമയോടെ, PSC എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. എനിക്കിപ്പോൾ തന്നെ ഒരു 2-3 വർഷം ഏകദേശം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ, മനസ്സൊക്കെ കൈവിട്ട് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അത്. നമസ്കാരം, എൻ്റെ പേര് ലേഖകുമാരി. ഞാൻ ഈ കഴിഞ്ഞ മെയ് 31-നാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. അന്ന് തന്നെയാണ് മകളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷായത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ചാൻസിൽ അവൾക്കൊരു പോസ്റ്റിങ്ങിനുള്ള ഒരു റാങ്ക് വരണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് സെക്കൻഡ് റാങ്ക് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. അതും ഞാൻ ആ പടി ഇറങ്ങുന്ന ദിവസം തന്നെ അത് വന്നതിൽ അതിലേറെ സന്തോഷം. അവൾക്കൊരു പടി കയറ്റത്തിനുള്ള ഒരു ചുവട് അന്ന് ഉറപ്പിക്കുന്ന ഒരു ദിവസം ആകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എൻ്റെ 34 വർഷത്തെ സർവീസ് അന്ന് പടിയിറങ്ങുന്ന ദിവസം മകൾക്ക് പടി ചവിട്ടാനുള്ള ഒരു തുടക്കം, അന്ന് ഒരു ഉറപ്പ് കിട്ടിയത് വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ആദ്യം ചെന്ന് കാലുകുത്തിയ സ്കൂളിൽ എൻ്റെ മക്കൾ 4 പേരെ, 2 മക്കളും അവിടെ പഠിച്ചു. അടുത്ത് അവൾ ടീച്ചറായി, HM ആയി. അവിടെ നിന്ന് സന്തോഷമായിട്ട് ഇറങ്ങുന്ന ദിവസം എൻ്റെ കൊച്ചുമോക്കും ഒരു സന്തോഷമായിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് അത്. ഞങ്ങൾ ആ 11 പിള്ളേരും ഒരു സാറും കൂടെ ഒരു ഷെട്ടിൽ നിന്നാണ് അവിടെ ചെന്ന് ആദ്യം കാല് കുത്തിയത്. അന്ന് ഓല കെട്ടിടമായിരുന്നു. ഇപ്പം അത് നല്ല ഇതായിട്ട് വന്നു. എനിക്ക് ഇത്രയൊക്കെ ഭാഗ്യങ്ങൾ കാണാനും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് എനിക്കതിൽ. എൻ്റെ പേര് ശശികുമാർ, രുക്മ എന്ന മകളാണ്. ഞാനിപ്പം സർവീസാണ്. ഞാനിപ്പോൾ നിലവിൽ ആറ്റുകാൽ ദേവക്ഷേത്രത്തിൽ ഡ്യൂട്ടി ചെയ്യാണ്. മകളുടെ കഠിനാധ്വാനമാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. അതും സെക്കൻഡ് റാങ്ക്. അതിൽ നല്ല സന്തോഷമുണ്ട്. അമ്മ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അന്ന് മകൾക്ക് LPST എക്സാമിൽ 2ാം റാങ്ക്. നമ്മൾ കൂടുതൽ കേട്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷനാണ്. പക്ഷേ അത് സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ LPST 2ാം റാങ്ക് നേടിയ രുക്മ ടീച്ചറാണ് നമ്മളോടൊപ്പം. ടീച്ചർ നമസ്കാരം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അമ്മ വിരമിച്ച ആ ഒരു ദിവസത്തിൽ തന്നെ ടീച്ചർക്ക് 2ാം റാങ്ക് എത്തി. വളരെ വേഗത്തിൽ തന്നെ നിയമനം കിട്ടും. അപ്പോൾ ടീച്ചറുടെ അനുഭവങ്ങൾ, അതുപോലെ പഠിച്ച രീതികൾ, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചറെ കുറിച്ച് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് രുക്മ. എൻ്റെ സ്കൂളിംഗ് ഒക്കെ GHS പ്ലാവൂരിലായിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറി PR വില്യം HS കാട്ടാക്കട. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ കോളേജ് തന്നെ ഡിഗ്രി മാത്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് DLED ജോയിൻ ചെയ്യുന്നത്, ഗവൺമെന്റ് TTI മണക്കാട്. അത് കഴിഞ്ഞിട്ടാണ് PSCയിലേക്ക് വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു, PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. എക്സാമിൻ്റെ ഒരു 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ പ്രെപ്സ്കേൽ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുന്നത്, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രെപ്സ്കേൽ ആപ്പിനോട് എനിക്ക് ആദ്യം തന്നെ ഒരു വളരെ നല്ലൊരു നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു റാങ്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു എക്സാംസ് അറ്റൻഡ് ചെയ്തതാണെന്ന്. അപ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പ്രെപ്സ്കേൽ ആപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ BEd കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം LPST നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണോ പഠിക്കാൻ തുടങ്ങിയത്, അതോ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ പാത പിന്തുടർന്ന ഒരു അധ്യാപികയാവണം എന്നുള്ള ഒരു ലക്ഷ്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? DLED കഴിഞ്ഞ് എനിക്കൊരു 2 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ PSC എക്സാമിലേക്ക്. ഇപ്പൊ തന്നെ DLED കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ PSCക്ക് ജോയിൻ ചെയ്തു. എനിക്കൊരു ബേസ് ഇല്ലായിരുന്നു PSCക്ക്, GK ഒക്കെ വളരെ ബേസ് കുറവായിരുന്നു. അതുകൊണ്ട് PSCക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ PSCക്ക് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം നോട്ടിഫിക്കേഷൻ വന്നിട്ട് 6 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പോഴാ വളരെ മികച്ച രീതിയിൽ കോച്ചിങ് തുടങ്ങിയത് അപ്പോഴായിരുന്നു. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും കുറച്ച് സമയം കിട്ടുമല്ലോ, അപ്പൊ ആ ഒരു സമയം മതിയോ പഠിക്കാൻ, അതോ നോട്ടിഫിക്കേഷൻ നമ്മളൊരു ലക്ഷ്യം മുൻകൂട്ടി കണ്ട് ആദ്യമേ പഠിക്കണമെന്നുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പൊ ടീച്ചർ അതിന് എന്തൊരു മറുപടി ആയിരിക്കും ടീച്ചർ കൊടുക്കുക അങ്ങനെ ഒരു സംശയമുള്ള ഒരാളോട്?
അതായത് ഇത് വ്യക്തികൾക്ക് പല പലതരത്തിലല്ലേ. അപ്പൊ എനിക്കെന്ന് വെച്ചാല് PSC യെ കുറിച്ച് ഒരു ബേസും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവര് എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുന്നു അത്രയും നേരത്തെ ഒരു ബേസ് സെറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഒരു വർഷമെങ്കിലും നമ്മൾ സിലബസ് മനസ്സിലാക്കി, നമ്മൾ ഏതാണോ എക്സാം എഴുതുന്നത് ആ എക്സാമിന്റെ സിലബസ് മനസ്സിലാക്കി വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാ പറയാനുള്ളത്. അതെ, ഈ പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് ഏത് വിഷയം, ടീച്ചർ പറഞ്ഞു ടീച്ചർ ഏതായിരുന്നു സബ്ജക്ട്? മാത്സ് ആയിരുന്നു. അപ്പൊ മാത്സ് അത്രത്തോളം കുഴപ്പമില്ല. ബാക്കി GK അതുപോലെയുള്ള സൈക്കോളജി ഭാഗങ്ങൾ വരുന്നുണ്ട്, കറണ്ട് അഫെയർ പോലെയുള്ള ബാക്കി കുറെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏത് ഭാഗമായിരുന്നു പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GK എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതൊരു വാസ്റ്റ് സിലബസ് ആണ്. നമ്മൾ എത്ര കടല് പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പഠിച്ചാലും PSC പഴയ PSC അല്ല, ഒരുപാട് മാറി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. GKയിലാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ ആ സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് SCERT ടെക്സ്റ്റ് ബുക്ക് സിലബസ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകളിലെ ഓരോ പാഠവും വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിനെക്കുറിച്ച് റിവൈസ് ചെയ്ത് എക്സാം എഴുതി പോവുമായിരുന്നു. അതായിരുന്നു എന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ പഠിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് എത്രത്തോളം ടീച്ചർക്ക് ഈ എക്സാമിൽ ഗുണപ്രദമായി? എന്നെ സംബന്ധിച്ചിടത്തോളം UP എക്സാം ഒരു 90% SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു. SCERT ടെക്സ്റ്റ് ബുക്കിന് അപ്പുറം ചോദിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം UP എക്സാമിനെ സംബന്ധിച്ച്. പക്ഷെ LPയിലോട്ട് വരുമ്പോൾ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ്, സൈക്കോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറം പോയിട്ടുണ്ടായിരുന്നു. സയൻസും അതെ, NCERT ലെവലിലേക്ക് MSc ലെവലിലേക്കൊക്കെ സയൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെ നേരിടാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ കണ്ട് പരിചയമുണ്ട് എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ UP എക്സാം ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു SCERT പഠിച്ചത്. LPക്ക് പക്ഷെ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് പോയി. അത് കുഴപ്പമില്ല, എന്നാലും ഒരു 50% എല്ലാ മേഖലകളിൽ നിന്നും SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. SCERT പ്ലസ് NCERT ആയിരുന്നു ചോദിച്ചത്. അപ്പൊ ടീച്ചർ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പഠിച്ചു. പിന്നീട് എപ്പോഴാണ് നമ്മുടെ പ്രെപ്സ്കെയിൽ ആപ്പിലേക്ക് ടീച്ചർ എത്തുന്നത്? ഞാൻ ഒരു 3 മാസം എക്സാമിന് ആ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് 3 മാസം കിടക്കെ എനിക്ക് പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു പ്രിപ്പറേഷൻസ്. അത് വന്നപ്പോൾ എക്സാംസ് എഴുതാൻ പ്രെപ്സ്കെയിൽ ആപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എക്സാംസ് അന്നു തന്നെ ഒരുപാട് നമ്മളിപ്പം മോഡൽ എക്സാം മാത്രമല്ല, ടോപ്പിക് വൈസ് നമുക്കിപ്പോ റിവിഷൻ എക്സാം ഉണ്ട്. നമുക്കിപ്പോ പാടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്താലേ നമുക്ക് ഓർമ്മ നിൽക്കുകയുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആൻസർ കാണുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. പിന്നെ അതിൽ തന്നെ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അറിയാൻ പറ്റും. ഒരുപാട് പേര് എഴുതുന്നിരുന്നു നമ്മുടെ നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ. ഞാനൊക്കെ ആദ്യം 100-നൊക്കെ പുറത്ത് പോയിരുന്നു റാങ്ക്, എല്ലാവരും എഴുതിയിട്ടുള്ള റാങ്ക്. പിന്നെ എഴുതി ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു 10-നകത്തൊക്കെ റാങ്ക്. അപ്പൊ അത് നമുക്കൊരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എക്സാംസ് എഴുതുന്നത്. ഈ എക്സാം എഴുതുമ്പോൾ മോഡൽ എക്സാം ഉണ്ട്, റിവിഷൻ എക്സാമുകളുണ്ട്, ടോപ്പിക് എക്സാമുകളുണ്ട്. ഈ ഓരോ മോഡൽ എക്സാമും കൃത്യമായിട്ടുള്ള ഒരു സമയത്തിന്റെ ഇത് വെച്ചിട്ടാണല്ലോ നമ്മുടെ ആപ്പിലുള്ളത്. അത് ഒരു എക്സാമിന് ഡയറക്റ്റ് നമ്മളൊരു എക്സാമിന് പോയി എഴുതുമ്പോൾ ഒരുപാട് ഗുണപ്രദമായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ അനുഭവം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ PSC മിക്കവാറും നമ്മുടെ എക്സാംസിലൊക്കെ ഒരു 60% മുകളിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വേറെ പല ആപ്പുകളിലും ഒരു പണ്ടത്തെ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ജസ്റ്റ് 1 വേർഡ് അതുപോലെയായിരുന്നു. പക്ഷെ പ്രെപ്സ്കെയിലില് നമ്മൾ എങ്ങനെയാണോ ഒരു PSCയുടെ ക്വസ്റ്റ്യൻ, അത് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് അതിൽ വരുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് നമുക്ക് അത്രയും നേരം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാൻ, അതിന് ആൻസർ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. അപ്പൊ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ടൈം മാനേജ്മെന്റ്, നമ്മുടെ ക്ലാസ് റൂമിൽ പോയിരിക്കുമ്പോൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ടൈം മാനേജ്മെന്റ് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ മാത്സിന്റെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടത്, വേറെ ഒരു ആപ്പിലും ഞാൻ കണ്ടിട്ടില്ല. കാരണം മാത്സിന്റെ ആൻസർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത്. പക്ഷെ പ്രെപ്സ്കെയിലിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്നൊരു മാത്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് അറിയില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ചെയ്യാനും പറ്റുമായിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ ആൻസർ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പോൾ എക്സാം അങ്ങനെ കഴിഞ്ഞു. എക്സാം എഴുതുമ്പോൾ തന്നെ ടീച്ചർക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ്, കാരണം അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ പോകുന്ന, ആത്മവിശ്വാസത്തോടെ പോയി എക്സാം കഴിഞ്ഞു. അതിനുശേഷം ലിസ്റ്റിൽ വരുന്നു, ഷോർട്ട് ലിസ്റ്റിൽ. പിന്നീട് ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പുകൾ, അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് അവരെന്തൊക്കെ ചോദിച്ചു? ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു?
തീർച്ചയായിട്ടും എനിക്ക് എക്സാമിനെക്കാളും ടെൻഷൻ ഇന്റർവ്യൂവിനായിരുന്നു. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് ആണ്, എക്സാം ഹാള് പോലെ അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും നമ്മൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ്, നമുക്ക് ടെൻഷൻ ആവും, നമ്മൾ മറന്നു പോകും പഠിച്ചത്. പക്ഷെ അതൊന്നും അല്ല കാര്യം. നമ്മുടെ നോളജും അല്ല അവർ അളക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളത് എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർവ്യൂ. കാരണം ചെറിയ മാർക്ക് ഡിഫറൻസിന് നമ്മുടെ റാങ്ക് ഒരുപാട് മുന്നിലോട്ട് താഴോട്ട് എത്തിക്കും. അപ്പൊ എക്സാം പോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഇന്റർവ്യൂവിനും. ഇതുപോലെ തന്നെ എക്സാം പോലെ തന്നെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ. നമ്മുടെ ഒരു LPSCയുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു വാട്സപ്പിൽ. ഈ ഷോർട്ട് ലിസ്റ്റ് വന്നവരുടെ അവര് ഇന്റർവ്യൂവിന്റെ അനുഭവങ്ങളൊക്കെ പറയും. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തായിരിക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് മെറ്റീരിയലും അതുപോലെ പഠിച്ച നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? കോമൺ ആയിട്ടുള്ള ഒരു മറുപടി അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു യൂണിക്നെസ് വേണം നമ്മുടെ പറയുന്നതിൽ. അപ്പൊ അതുപോലെ കുട്ടികളുടെ ടെക്സ്റ്റ് ഒക്കെ ഒരുപാട് വായിക്കാൻ തുടങ്ങി. അത് കാര്യം ശ്രദ്ധിക്കാത്ത ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചപ്പോൾ എനിക്കത് പറയാൻ പറ്റി, അങ്ങനെ കോമൺ ആയിട്ടല്ലാത്ത. അപ്പം അതും ഇന്റർവ്യൂവിന് അത്യാവശ്യം മാർക്ക് കിട്ടിക്കാണും, ഉണ്ടാവും. നല്ല ഒരു റെസ്പോൺസ് കിട്ടി എനിക്ക്. ആ പാനലിൽ നിന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വെരി ഗുഡ് ഒക്കെ പറഞ്ഞു അവര്. അപ്പൊ നന്നായിരുന്നു. അത് കഴിഞ്ഞതോടുകൂടി ആത്മവിശ്വാസം വർദ്ധിച്ചു, നല്ലൊരു റാങ്കിൽ തന്നെ വരുമെന്നുള്ള ഉറപ്പിച്ചു അല്ലെ? ഈ ഒരു ആദ്യത്തെ റാങ്കുകൾ ഉൾപ്പെടുന്ന ടീച്ചർക്ക് ഉറപ്പുണ്ടായിരുന്നു? 2ാം റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതോ? സത്യം പറഞ്ഞ ഞാൻ ഒരു 100-നകത്തെ റാങ്ക് അത്രേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കട്ട് ഓഫ് വന്ന സമയത്ത് പോലും ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ LPSCയുടെ എക്സാമിന് എത്ര എനിക്ക് മാർക്ക് കിട്ടിയെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം വളരെ ടഫായിരുന്നു എക്സാം. UPSC പോലെ അല്ലായിരുന്നു, വളരെ ടഫായിരുന്നു. അതുകൊണ്ട് ഞാനത് നോക്കാനേ പോയിട്ടില്ല. UPSCയുടെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ LPSCയുടെ നോക്കാനേ പോയിട്ടില്ല. പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നു. കാരണം കട്ട് ഓഫിനെക്കാളും കുറച്ച് മാർക്ക് എന്തായാലും കൂടുതലാണ്. അപ്പൊ 100-നകത്ത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും 2ാം റാങ്ക് എന്ന് പറയുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു റാങ്ക് ആയിരുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം, പറയാൻ വാക്കുകളില്ല. എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ യൂട്യൂബില് ലൈവ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അത്? നമുക്ക് എത്രത്തോളം എഫക്റ്റീവായി, അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഒരു ഗുണം എക്സാമിന് കിട്ടി? ഈ ലാസ്റ്റ് മിനിറ്റില് മൊത്തത്തില് ടോപ്പിക്സ് എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ആയിരുന്നു ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത്. വളരെ നന്നായിരുന്നു. കാരണം എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എക്സാമിന്. നമ്മുടെ ബാലകൃഷ്ണൻ സാറിന്റെ സൈക്കോളജി ഒക്കെ എല്ലാ ടോപ്പിക്കുകളും ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാമിന്. നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഒക്കെ, ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് മാറി അതിൽ കണ്ടത്. നമ്മുടെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു എക്സാം ആണല്ലോ ഈ LPSC ആണെങ്കിലും UPSC ആണെങ്കിലും. അപ്പോ അതില് ഓരോ ഭാഗങ്ങളും ടീച്ചർ പഠിക്കാൻ എത്രത്തോളം സമയം കണ്ടെത്തിയിരുന്നു? ഇപ്പൊ GK ടീച്ചർ പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ അതിനെ കണ്ടെത്തിയിട്ടുണ്ടാവും. സയൻസ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, കറണ്ട് അഫെയർ വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, എല്ലാ ഭാഗവും ഉണ്ട്. അപ്പൊ ഓരോ ഭാഗവും പഠിക്കാൻ എങ്ങനെയായിരുന്നു? ഇതൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി ആണോ ഉദ്ദേശിച്ചിരുന്നത്, അതോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്നതോ വേറെ ഏതെങ്കിലും മെത്തേഡ് ആണോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ടൈം ടേബിള് ഇല്ലാതെ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മള് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ സഞ്ചരിക്കുന്ന പോലെയാണ്. ആദ്യം ഈ PSC ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് തന്നെ സിലബസ് അനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കുക. എനിക്കും ഉണ്ടായിരുന്നു ടൈം ടേബിള്. അതില് ഒരു ദിവസം ഞാൻ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിക്കായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ ഒരു ദിവസം ഒരു മോഡൽ എക്സാം വെച്ച് എഴുതുമായിരുന്നു. PSCയുടെ തന്നെ PSC സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന മോഡൽ എക്സാം ഞാൻ എന്നും എഴുതുമായിരുന്നു. അതിനൊപ്പം പ്രെപ് സ്കെയിലിന്റെ മോഡൽ എക്സാം എഴുതുമായിരുന്നു. ഈ 2 എക്സാമാണ് ഞാൻ ഒരു ദിവസം എഴുതിയിരുന്നത്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സും GK ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അത് രാവിലെ നമ്മുടെ ഫ്രഷ് മൈൻഡിൽ പഠിക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എക്സാം എഴുതുമായിരുന്നു. ഉറക്കം വരുന്ന സമയമായതുകൊണ്ട് എക്സാം എഴുതുമായിരുന്നു. അതുപോലെ തന്നെ മാത്സ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്സ് ഒരു മാർക്ക് പോലും കളയരുത് എന്ന് വെച്ചിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത് മൊത്തം അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ പ്രശ്നമായിരുന്നു. അപ്പൊ അതിന് കൂടുതൽ സമയം എടുക്കും. അതുപോലെ തന്നെ GK, സൈക്കോളജി എനിക്ക് ഇഷ്ടമായിരുന്നു. DLED പഠിക്കുമ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബേസ് ഉണ്ടായിരുന്നു സൈക്കോളജിക്ക്. പിന്നെ ഈ ക്ലാസ്, ബാലകൃഷ്ണൻ സാറിന്റെ ക്ലാസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ടോപ്പിക്സും, ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ മൈൻഡിൽ വയ്ക്കാനായിട്ട്. അങ്ങനെ ആയിരുന്നു. ഈ എക്സാമിന് പോയ സമയത്ത്
ഓരോ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് ടീച്ചറെ. ഏത് ഭാഗത്തു നിന്നാണ് ടീച്ചർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്ന ഏത് ഭാഗമാണ് എനിക്ക് കുറച്ചുകൂടി നോക്കിയാൽ ഒരു മാർക്ക് കൂടി കിട്ടുമായിരുന്നു എന്ന് തോന്നിയത്? ഏറ്റവും ഈസി ആയിരുന്നു ഉള്ളത് സൈക്കോളജി കുറച്ച് പാടായിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ലാസ്റ്റത്തെ 3 സബ്ജക്റ്റ് ആയിരുന്നു ഏറ്റവും ഈസി. എനിക്ക് തോന്നുന്നു ഏകദേശം ഫുൾ മാർക്ക് എനിക്ക് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കും മേ ബി റാങ്ക് മുന്നിലോട്ട് വരാൻ കാരണമായത്. ഏറ്റവും ടഫ് സയൻസ് ആയിരുന്നു. പിന്നെ സൈക്കോളജി കുറച്ച് ടഫായിരുന്നു, കാരണം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സയൻസ് NCERT MSc ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ NCERT ടെക്സ്റ്റ് ഒക്കെ +1 +2 ടെസ്റ്റ് ഒക്കെ നോക്കിയിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോഴും തോന്നി. ടീച്ചർ പറഞ്ഞു ടീച്ചർ കുറച്ചു കാലം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. അതായത് ടീച്ചറുടെ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. നമുക്കറിയാം സാധാരണ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിയുടെ പിന്തുണ എന്ന് പറയുന്നതിൽ വളരെ വലിയൊരു ഘടകമുണ്ട്. അമ്മ അധ്യാപികയാണ് എന്നൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ട്, എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഫാമിലിയുടെ പിന്തുണ, അല്ലെങ്കിൽ ഫാമിലി എത്രത്തോളം ടീച്ചറെ ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് മെയിൻ ആയിട്ട് 1ാം സ്ഥാനം കൊടുക്കുകയാണ്. ഞാൻ ഈ റിസൾട്ട് കിട്ടാൻ കാരണം അവർ തന്നെയാണ്. അമ്മ, അച്ഛൻ, അമ്മമ്മ, ചേച്ചി, എല്ലാവരും. പിന്നെ എൻ്റെ ഫിയാൻസി ഓഫ്കോഴ്സ് എടുത്ത് പറയണം. എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇഷ്ടം തന്നെയാണ്. അവര് പൂർണ്ണ സപ്പോർട്ട് തരുമായിരുന്നു എല്ലാത്തിനും. പഠിക്കാനാണേലും ഞാൻ എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെന്ന് പറയുമ്പോൾ എത്തിച്ചേരാനും. പിന്നെ അമ്മേൻ്റെ അടുത്ത് ചില ഡൗട്ട്സ് ഒക്കെ വരും നമ്മൾ ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട്. പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും ചോദിക്കുമ്പോൾ അമ്മക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അമ്മയുടെ മാക്സിമം അമ്മ പറഞ്ഞുതരായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞാലും അതിനപ്പുറം അച്ഛനില്ല. ഫുൾ സപ്പോർട്ടാണ് അച്ഛൻ എല്ലാ കാര്യത്തിനും. പിന്നെ അമ്മമ്മ എന്ന് പറയുമ്പോൾ അമ്മമ്മക്ക് പ്രാർത്ഥനയാണ്. അവരുടെ ലവ് ലാംഗ്വേജ് അതാണ്, പ്രാർത്ഥനയാണ്. അപ്പൊ അതെല്ലാം ഉണ്ട്. പിന്നെ ഈശ്വരാധീനം. പിന്നെ ഞാൻ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്തൊക്കെ എന്റെ ഫിയാൻസി വന്നിട്ട് പറ്റും, യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ചേച്ചി, പിന്നെ ഫ്രണ്ട്സ്. ഞങ്ങള് കമ്പൈൻ സ്റ്റഡിക്കൊക്കെ എനിക്ക് ഒരുപാട് കമ്പൈൻ സ്റ്റഡി പറ്റില്ല, സെൽഫ് സ്റ്റഡിയാണ് ഞാൻ കൂടുതലും ഓപ്റ്റ് ചെയ്തിരുന്നത്. എന്നിരുന്നാൽ പോലും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവര് പറയുമ്പോഴും മോട്ടിവേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു ജോയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. ഈ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഈ PSC ഫീൽഡിലേക്ക് വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, ഒരു 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. അത് കഴിയുന്നു, അതിന്റെ റിസൾട്ട് വരാൻ കുറച്ചുകൂടി താമസം വരുന്നു. അപ്പൊ ഇതൊരു കുറച്ചൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഈ ലോങ് പ്രോസസ്സിൽ നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുക, അതായത് നമ്മൾ ഇതിന് വിട്ടുപോകാതെ നിൽക്കുക എന്നതിന് വളരെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു എനിക്കിത് വേണം എന്നുള്ള ആ ഒരു വാശി എന്തായാലും വേണം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വേണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? PSCയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് വേണോ വേണ്ടയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വേണം എന്ന് തന്നെ ആയിരിക്കണം എല്ലാവരും വിചാരിക്കുക. എന്ന് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് വരെ ക്ഷമയോടെ. PSC എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. എനിക്കിപ്പോൾ തന്നെ ഒരു 2-3 വർഷം ഏകദേശം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ, മനസ്സൊക്കെ കൈവിട്ട് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അതേ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോവാതെ നോക്കുക. കുഴപ്പമില്ല, ചില സമയത്ത് അങ്ങനെ പറ്റും, കുഴപ്പമില്ല. ബാക്കപ്പ് ചെയ്ത് വരിക. ഇതിനു വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. ഡെഫിനറ്റ്ലി സക്സസ് ആവും നിങ്ങൾ.